ഹലോ സ്റ്റുഡൻസ്, വെൽക്കം അഗെയിൻ ടു കമ്പ്യൂട്ടർ സയൻസ് ക്ലാസ്. അപ്പോൾ നമ്മൾ കമ്പ്യൂട്ടർ സയൻസിൻ്റെ ക്ലാസ്സിൽ 4th ലെസൺ ആയിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. വെബ് ടെക്നോളജി എന്ന് പറഞ്ഞ ലെസൺ, അതിൻ്റെ തന്നെ 8ാമത്തെ ക്ലാസ്സിൻ്റെ ഒരു വീഡിയോ ആണ് ഇത്. അപ്പോൾ നമ്മൾ ഓൾറെഡി 7 വീഡിയോസ് ഡിസ്കസ് ചെയ്തു. അതിൽ ലാസ്റ്റ് വീഡിയോ തൊട്ടാണ്, അതായത് 7th വീഡിയോ മുതലാണ് നമ്മൾ HTML സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് തന്നെ വരുന്നൊരു ക്ലാസ്സിൻ്റെ വീഡിയോ തന്നെയാണിത്. നമ്മളുടെ വീഡിയോയിലേക്ക് കിടക്കാം. നമ്മളെ വീഡിയോയിൽ നിന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത് ടാഗ്സ് ഇൻ ദ HTML ഡോക്യുമെൻറ്റ്സ്. നമ്മൾ കണ്ടതാണ് ടാഗുകൾ എന്താണ്, HTML ഡോക്യുമെൻറ്റിൻ്റെ ബേസിക് ടാഗ്സ് കണ്ടിട്ടുണ്ടായിരുന്നു. എന്നാലും ഒന്നുകൂടെ റിവൈസ് ചെയ്യാണ്. ദെൻ കണ്ടെയ്നർ ആൻഡ് എംപ്റ്റി ടാഗ്സ്. ടാഗ്സിനെ നമുക്ക് മെയിനായിട്ട് 2 ടൈപ്പ് ഉണ്ടെന്ന് പറയാം, 2 ടൈപ്പ് ടാഗ് ഉണ്ടെന്ന് പറയാം. കണ്ടെയ്നർ ടാഗും എംപ്റ്റി ടാഗും. അതെന്താണെന്ന് നമ്മൾ ഇതിൽ കാണും. ദെൻ ആട്രിബ്യൂട്ട്സ് ഓഫ് ടാഗ്, ടാഗുകളുടെ ആട്രിബ്യൂട്ട്സ് എന്താണെന്നുള്ളത്. അങ്ങനെ 3 ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോണത്. ഓക്കെ, നമ്മുടെ വീഡിയോയിലത്തെ ഫസ്റ്റ് ടോപ്പിക്കിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ അതിന് മുന്നേ നമ്മൾ എന്തായിരുന്നു, ബേസിക് സ്ട്രക്ചർ ഓഫ് HTML കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ. അതായത് ഒരു നോർമലി, അതായത് ഒരു HTML ഡോക്യുമെൻറ്റിൻ്റെ ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചർ എന്താണെന്നുള്ളത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തൊക്കെയായിരുന്നു അതിലുണ്ടായിരുന്നത് നമുക്കറിയാം അല്ലേ. HTML എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് ആണ്. അതെന്താണെന്നുള്ളതൊക്കെ നമ്മൾ കണ്ടു, HTML ഡോക്യുമെൻ്റ് എന്താണെന്നുള്ളതൊക്കെ കണ്ടു. അപ്പോൾ നമ്മൾ എന്താ, വെബ് പേജുകൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ, അത് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ലാംഗ്വേജ് ആണ്. വേൾഡ് വൈഡായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ലാംഗ്വേജ് ആണ് എന്ത്, ഈ HTML എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ബേസിക് സ്ട്രക്ചറാണ് കാണിച്ചിരിക്കുന്നത്. നമ്മളതിൽ പറഞ്ഞു എന്താ, ടാഗ്സിൽ, അതായത് നമ്മൾ കൊടുക്കുന്ന കമാൻഡുകളെയാണ് നമ്മളെന്ന് പറയുന്നത്. HTML വരുമ്പോൾ അതിൽ നമ്മൾ ടാഗുകൾ എന്നാണ് പറയുക. അപ്പോൾ ആ ടാഗ് എങ്ങനെയാണ് എഴുതുന്നതെന്നൊക്കെ നമ്മൾ കണ്ടു അല്ലേ. ആംഗിൾ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ ഇട്ടിട്ടാണ് നമ്മൾ ടാഗുകൾ എഴുതുന്നത്. അപ്പോൾ ബേസിക് ആയിട്ടുള്ള ടാഗുകൾ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്, HTML എന്ന് പറഞ്ഞ ടാഗ് അല്ലേ. അപ്പോൾ HTML എന്ന് പറഞ്ഞ ടാഗിൻ്റെ ഉള്ളിലാണ് നമ്മൾ ബാക്കി എല്ലാ ടാഗുകളും ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കുന്നത് നമ്മൾ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ടാഗ് എന്ന് പറയുന്നത് HTML ആണ്. ദെൻ അതിൻ്റെ ഉള്ളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹെഡ് അല്ലേ, അതായത് 2 സെക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു HTML. ഹെഡ് എന്ന് പറഞ്ഞിട്ടും ദെൻ ബോഡി സെക്ഷനും അല്ലേ. ഹെഡ് സെക്ഷനിലാണ് നമ്മൾ ടൈറ്റിൽ അല്ലേ, അതിൻ്റെ ടൈറ്റിൽ ടാഗ്, ടൈറ്റിലായിട്ട് വരുന്ന കാര്യങ്ങളൊക്കെ, അതായത് വെബ് പേജിൽ ടൈറ്റിൽ ബാറിൽ വരുന്ന ടൈറ്റിൽസ് അങ്ങനെയൊക്കെ കൊടുക്കണ ഇതൊക്കെ നമ്മൾ ഹെഡ് സെക്ഷനിലാണ്. ദെൻ ബോഡി സെക്ഷനിലാണ് നമുക്ക് എന്ത് കണ്ടൻ്റ് ആണോ നമ്മളുടെ വെബ് പേജിൽ ഡിസ്പ്ലേ ചെയ്ത് വരുന്നത് അതിനെ ഫുള്ള് നമ്മൾ എന്ത് ചെയ്യുന്നു, ബോഡി സെക്ഷനിലാണ് എഴുതുക. ഓക്കെ, അപ്പോൾ ഹെഡ് എന്ന് പറഞ്ഞ ടാഗ് ഉണ്ട്, HTML സ്റ്റാർട്ട് ചെയ്തു. ദെൻ ഹെഡ് എന്ന് പറഞ്ഞ ടാഗ്, അതിൻ്റെ ഉള്ളിൽ തന്നെയാണ് ടൈറ്റിൽ എന്ന് പറഞ്ഞ ടാഗ് അല്ലേ. അതെന്തിനാണ്, ടൈറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുടെ. ഓക്കെ, ദെൻ ടൈറ്റിൽ ടാഗ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടൈറ്റിൽ ടാഗിനെ നമ്മൾ എന്ത് ചെയ്തു, ക്ലോസ് ചെയ്തു അല്ലേ. ഏത് ടാഗാണോ നമ്മൾ യൂസ് ചെയ്യുന്നത് അതിനപ്പം തന്നെ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻഡിങ് ടാഗ് കാണിക്കണം. ടാഗ് എൻഡ് ചെയ്തു എന്ന് കാണിക്കാൻ എങ്ങനെയാണ്, നമ്മൾ ആംഗിൾ ബ്രാക്കറ്റ് ഉള്ളിൽ കറസ്പോണ്ടിങ് ടാഗ് എഴുതുക. ദെൻ ആ ടാഗ് നെയിമിൻ്റെ മുന്നിൽ എന്ത് കൊടുക്കുക, നമ്മളൊരു സ്ലാഷ് കൊടുക്കുക. അപ്പോൾ ടാഗ് എൻഡ് ആയി എന്നുള്ളത് മനസ്സിലാവും. ഓക്കെ, ദെൻ ആ ഹെഡിനെ ക്ലോസ് ചെയ്തു നമ്മൾ. ദെൻ ഇനിയാണ് നമ്മൾ ബോഡി സെക്ഷൻ പറഞ്ഞത് അല്ലേ. ഈ ബോഡി സെക്ഷനിലാണ് നമ്മൾ എന്താണോ നമ്മുടെ വെബ് ബ്രൗസറിൽ അല്ലെങ്കിൽ വെബ്സൈറ്റിൽ ഡിസ്പ്ലേ ചെയ്ത് വേണ്ട കണ്ടൻറ്റ്, അതൊക്കെയാണ് നമ്മൾ ബോഡി സെക്ഷനിൽ കൊടുക്കുന്നത്. ഓക്കെ, ദെൻ നമ്മൾ ആ ബോഡി സെക്ഷനിൽ കൊടുത്ത് എല്ലാം കഴിഞ്ഞതിന് ശേഷം ബോഡി സെക്ഷൻ, അതായത് ആ ബോഡി ടാഗിനെയും ക്ലോസ് ചെയ്യുക. ദെൻ എന്ത് ചെയ്യുക, HTML ക്ലോസ് ചെയ്യുക. ഇതായിരുന്നു അതിൻ്റെ ബേസിക് സ്ട്രക്ചർ കണ്ടിട്ടുണ്ടായിരുന്നത് അല്ലേ. ഇനിയാണ് നമ്മൾ ടാഗ്സ് ഇൻ HTML ഡോക്യുമെൻ്റ് കാണുന്നത്. അതായത് നമ്മൾ ഓൾറെഡി കണ്ടത് തന്നെയാണ് അല്ലേ. ടാഗ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നു, ടാഗ്സ് ആർ കമാൻഡ്സ് അല്ലേ, യൂസ്ഡ് ഇൻ HTML ഡോക്യുമെൻറ്റ് ദാറ്റ് ടെൽ വെബ് ബ്രൗസർ ഹൗ ടു ഫോർമാറ്റ് ആൻഡ് ഓർഗനൈസ് വെബ് പേജസ് ടു ഷോ കണ്ടൻസ്. അതായത് നമ്മൾ വെബ് ബ്രൗസറിനോട് പറയുകയാണ് നമ്മൾ കമാൻഡ് ചെയ്യാണ് അല്ലേ, നമ്മളുടെ വെബ് ബ്രൗസറിൽ വരുന്ന നമ്മുടെ വെബ് പേജിൻ്റെ കണ്ടൻറ്റും അതിനെങ്ങനെയൊക്കെ ഓർഗനൈസ് ചെയ്യണം എന്നൊക്കെ പറയുന്ന ആ കമാൻഡുകളെയാണ് നമ്മൾ പറഞ്ഞത്, ടാഗുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു എവരി ടാഗിന് നമ്മൾ എല്ലാ ടാഗുകളും നമ്മൾ അല്ലേ, ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ സിമ്പിൾ, അതായത് ആംഗിൾ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലാണ് നമ്മൾ ടാഗിൻ്റെ നെയിം, അതായത് അതിനെ നമ്മൾ എൻക്ലോസ് ചെയ്യുന്നത്. ദെൻ ടാഗ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞു അല്ലേ, നോട്ട് കേസ് സെൻസിറ്റീവ് അല്ലേ, നമുക്ക് എങ്ങനെ വേണമെങ്കിലും എഴുതാം, കേസ് സെൻസിറ്റീവ് അല്ല. അതായത് നമുക്ക് അവിടെ കാണും HTML ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ, ഫുൾ ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ എഴുതാം. ദെൻ സ്മോൾ ലെറ്റേഴ്സിൽ എഴുതാം, ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റലായിട്ട് എഴുതാം. എങ്ങനെ എഴുതിയാലും അതിനെ സെയിം, അതായത് HTML എന്ന് പറഞ്ഞാൽ ടാഗ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക. അപ്പോൾ നോട്ട് കേസ് സെൻസിറ്റീവ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ടാഗുകളെ കുറിച്ചിട്ട് പറയാനുള്ളത്. ഇനി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഓരോ ടാഗുകൾ, അതായത് ഒരുപാട് ടാഗുകൾ നമുക്കുണ്ട്, ഓരോ ടാഗിനും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ കണ്ടിട്ടുള്ള ടാഗ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നു, HTML ബിഗിൻ ചെയ്യുന്നത് എങ്ങനെയാണ്, HTML എന്ന് പറഞ്ഞ ടാഗ് അല്ലേ. ദെൻ എൻഡ് ചെയ്യുന്നത് എങ്ങനെയാണ്,
/HTML എന്ന് പറഞ്ഞ ടാഗ് വെച്ചിട്ട് അല്ലേ. ദെൻ നമ്മൾ പറഞ്ഞ എന്താ, 2 സെക്ഷൻ ഉണ്ട്, ഹെഡ് ബോഡി അല്ലേ. ഹെഡ് എന്ന് പറഞ്ഞത് എന്തിനാ, ഹെഡ് ടാഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹെഡ് സെക്ഷനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ തന്നെ വരുന്നതാണ് എന്ത്, ടൈറ്റിൽ എന്ന് പറഞ്ഞ ടാഗ് അല്ലേ. എന്തിനാ വേണ്ടിയിട്ട്, ടൈറ്റിൽ ഓഫ് ദ പേജ്. അതായത് നമ്മളെ ആ ടൈറ്റിൽ ബാറിൽ, നമ്മൾ ബ്രൗസറിൻ്റെ ടൈറ്റിൽ ബാറിൽ നെയിം വരുന്ന കണ്ടിട്ടുണ്ടായിരിക്കും നിങ്ങൾ. ആ ടൈറ്റിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എന്ത്, നമ്മൾ ടൈറ്റിൽ എന്ന് പറഞ്ഞ ടാഗുകൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ. ദെൻ നെക്സ്റ്റ് ആണ് എന്ത്, ബോഡി ടാഗ് യൂസ് ചെയ്യുന്നത്. ബോഡി എന്ന് പറഞ്ഞ ടാഗ് അതെന്താ, നമ്മളെ എന്ത് കണ്ടന്റ് ആണോ നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വരുന്നത് ആ കണ്ടന്റുകളൊക്കെ നമ്മൾ എന്താ ബോഡി സെക്ഷനിലാണ് എഴുതാം. ഓക്കെ. ദെൻ എന്ത് ചെയ്യണം, ഇനി HTML ക്ലോസ് ചെയ്യണം. ഏത് ടാഗാണോ നമ്മൾ യൂസ് ചെയ്യുന്നത് കറസ്പോണ്ടിങ് ടാഗുകൾ ക്ലോസ് ചെയ്യുക. ഹെഡ് ആണെങ്കിൽ ഹെഡ് ക്ലോസ് ചെയ്യുക, ടൈറ്റിലാണെങ്കിൽ ടൈറ്റിലിൻ്റെ എൻഡിങ് ടാഗ് കാണിക്കണം. ഓക്കെ. ഇത്രയാണ് നമുക്ക് ടാഗ്സ് ഇൻ HTML പഠിക്കുന്നത്. ഇത് നമ്മളിനി ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെ ടാഗുകൾ നമുക്ക് HTML യൂസ് ചെയ്യാൻ പറ്റുന്നുള്ളത്, എന്തൊക്കെ ടൈപ്പ് ടാഗുകൾ ഉണ്ടെന്നുള്ളത് നമ്മൾ കാണും. ഓക്കെ. ഇനി നമ്മൾ രണ്ടാമത്തെ ടോപ്പിക്കിലേക്ക് കടക്കാം, അതായത് കണ്ടെയ്നർ ടാഗ്സ് ആൻഡ് എംപ്റ്റി ടാഗ്സ്. അതായത് ടാഗുകൾ മെയിൻലി 2 ടൈപ്പ് ഉണ്ടെന്ന് പറയാം. കണ്ടെയ്നർ ടാഗും ഉണ്ട്, എംപ്റ്റി ടാഗും ഉണ്ട്. ഓക്കെ. എന്താണ് കണ്ടെയ്നർ ടാഗ്, എന്താണ് എംപ്റ്റി ടാഗ് എന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മൾ കണ്ടു എന്താ, HTML, ഹെഡ്, ബോഡി അല്ലേ, അങ്ങനെ കുറേ ടാഗുകൾ ഇപ്പോൾ നമ്മൾ കണ്ടു ബേസിക് സ്ട്രക്ചറിൽ വരുന്നത്. അപ്പോൾ അതായത് അതിൽ നമ്മൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടാഗ്സ് ദാറ്റ് റിക്വയർ ഓപ്പണിംഗ് ടാഗ്സ് ആസ് വെൽ ആസ് ക്ലോസിംഗ് ടാഗ്സ്. അതായത് ഒരു ടാഗ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ഓപ്പണിംഗ് ടാഗ് ഉണ്ട്, അതായത് നമ്മൾ ആ ടാഗിനെ യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. ദെൻ അതിനെന്താ കറസ്പോണ്ടിങ് ക്ലോസിംഗ് ടാഗ് ഉണ്ടെങ്കിൽ അതിന് നമ്മൾ, അതായത് അതിന് കറസ്പോണ്ടിങ് ക്ലോസിംഗ് ടാഗ് ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള ടാഗുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കണ്ടെയ്നർ ടാഗ്സ്. ഓക്കെ. അപ്പോൾ നമ്മളിവിടെ എക്സാമ്പിൾ കാണിച്ചിരിക്കുന്നത് നോക്കി, HTML അല്ലേ. HTML എന്ന് പറഞ്ഞ ടാഗിനെ നമ്മൾ എന്താ യൂസ് ചെയ്തു. ദെൻ അതിന് ശേഷം എന്താ, അതിന് റിക്വയർ ആണ്, മസ്റ്റ് ആണ് അല്ലേ, അതിനെന്ത് ക്ലോസ് ചെയ്യണം എന്നുള്ളത് അല്ലേ. ക്ലോസ് ചെയ്യണമെന്ന് കാണിക്കാൻ എങ്ങനെയാണ്, നമ്മൾ ആംഗിൾ ബ്രാക്കറ്റിനുള്ളിൽ ഏതാണോ ടാഗ്, അതായത് ഇവിടെ HTML എന്ന് പറഞ്ഞ ടാഗാണ്, ദെൻ അതിനെന്ത് ചെയ്യുക, നമ്മൾ സ്ലാഷ് ഇട്ടിട്ട് അല്ലേ, ബാക്ക് സ്ലാഷ് ഇട്ടിട്ട് അതിൻ്റെ ക്ലോസ്, അതായത് അതിൻ്റെ എൻഡായി എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ക്ലോസിങ് ടാഗ് ഇട്ട് കൊടുത്തു. ഇങ്ങനത്തെ ടാഗുകളെയാണ് നമ്മൾ എന്ന് പറഞ്ഞത് കണ്ടെയ്നർ ടാഗ്സ് എന്ന് പറഞ്ഞത്. ഓക്കെ. അപ്പം എംപ്റ്റി ടാഗ് എന്തായിരിക്കും, നെക്സ്റ്റ് ആണ് എന്ത്, എംപ്റ്റി ടാഗ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് നമ്മൾ ഏതെങ്കിലുമൊക്കെ ഒരു ടാഗുകൾ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും, അതിനെ പക്ഷെ നമ്മൾ എന്താ ക്ലോസ് ചെയ്യുന്നുണ്ടായിരിക്കില്ല. ഓക്കെ. ദാറ്റ് മീൻസ് സം ടാഗ്സ് ദാറ്റ് ഡു നോട്ട് റിക്വയർ ക്ലോസിങ് ടാഗ്സ്. ക്ലോസിങ് ടാഗ്സ് ആവശ്യമില്ലാത്ത ടാഗുകൾ ഉണ്ടായിരിക്കും, ഒരുപാട് ടാഗുകൾ ഉണ്ട് അങ്ങനത്തെ, അതിനെയാണ് നമ്മൾ എന്ന് പറഞ്ഞത് എംപ്റ്റി ടാഗ്സ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ കണ്ടെയ്നർ ടാഗ് എന്ന് പറയുമ്പോൾ എന്താ, നമ്മളൊരു ടാഗ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, കണ്ടെയ്നർ ടാഗ് ആണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ടാഗ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ മസ്റ്റായിട്ട് എന്താ ക്ലോസ് ചെയ്യണം, ക്ലോസിങ് ടാഗ് ഉണ്ടായിരിക്കും അതിന്. ഓക്കെ. അങ്ങനത്തെ ടാഗുകളാണ് എന്ത്, കണ്ടെയ്നർ ടാഗ്സ്. അപ്പോൾ എംപ്റ്റി ടാഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ എന്താ ഒരു ടാഗ് യൂസ് ചെയ്യണമെങ്കിൽ അതിനെന്താ ക്ലോസിങ് ടാഗ്സ് ഉണ്ടായിരിക്കില്ല, അതിനെയാണ് നമ്മൾ എന്ന് പറഞ്ഞത് എംപ്റ്റി ടാഗ്സ്. അപ്പോൾ അതിന് കുറച്ച് എക്സാമ്പിൾ ഇവിടെ പറയുന്നുണ്ട്. BR എന്ന് പറഞ്ഞ ടാഗ്, അതായത് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി, ഇത് ഓരോന്ന് എന്താണെന്ന് നമ്മൾ കാണും. HR എന്ന് പറഞ്ഞൊരു ടാഗ് ഉണ്ട്. ദെൻ IMG ഇമേജ് എന്ന് പറഞ്ഞാൽ, അതായത് ഇമേജിനെ നമ്മുടെ വെബ് പേജിൽ ഇമേജിനൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതൊക്കെ എന്താ ഇമേജ്, ആ ഓരോ കറസ്പോണ്ടിങ് ടാഗുകൾ മാത്രമേ യൂസ് ചെയ്യണുള്ളൂ, അതിനെ നമ്മൾ ക്ലോസ് ചെയ്ത് കാണിക്കണില്ല, അതുകൊണ്ടാണ് എന്ത് അത് എംപ്റ്റി ടാഗ്സ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ കണ്ടെയ്നർ ടാഗ് എന്താണെന്നുള്ളതും എംപ്റ്റി ടാഗ് എന്താണെന്നുള്ളതും ക്ലിയർ ആയി. ഇനി നെക്സ്റ്റ് ടോപ്പിക്കാണ് നമ്മളുടെ ആട്രിബ്യൂട്ട്സ് ഓഫ് ടാഗ്. ടാഗുകളുടെ ആട്രിബ്യൂട്ട്സ് അല്ലേ, നമ്മൾ കേട്ടിട്ടുണ്ട് ആട്രിബ്യൂട്ട്സ് എന്നുള്ള വേർഡൊക്കെ അല്ലേ. അതായത് നമ്മൾ എന്താ, ഇപ്പോൾ നമ്മൾ ടാഗുകൾ യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ, അതായത് നമ്മൾ വെബ് പേജ് ക്രിയേറ്റ് ചെയ്യാണ്, നമ്മൾ വെബ് പേജിൻ്റെ ഡെവലപ്മെൻറ്റ് പുതിയ ലാംഗ്വേജ് HTML എന്ന് പറഞ്ഞ ലാംഗ്വേജ് പഠിക്കുകയാണ് അല്ലേ. അപ്പോൾ നമ്മളെന്താ അതിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, HTML ടാഗുകൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ. ഇനി ഈ ടാഗുകളുടെ കൂടെ നമ്മൾ ചില കീവേഡ്സുകൾ യൂസ് ചെയ്യും. ഓക്കെ. അതിൻ്റെ കൂടെ നമ്മൾ ചില കീവേഡ്സുകൾ അറ്റാച്ച് ചെയ്യുന്നുണ്ടായിരിക്കും. അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ കൊടുക്കുന്ന കമാൻഡ് ഒന്നും കൂടി സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ. നമ്മൾ പറഞ്ഞു എന്താ HTML ടാഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താന്ന് പറഞ്ഞു, കമാൻഡുകളാന്ന് പറഞ്ഞു അല്ലേ. അതായത് നമ്മളുടെ വെബ് പേജുകൾ ഡിസൈൻ ചെയ്യാൻ, ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പറയുന്ന രീതിയിൽ നമ്മൾ കൊടുക്കുന്ന കമാൻഡുകളെയാണ് നമ്മൾ എന്ന് പറഞ്ഞത് HTML ടാഗുകൾ എന്ന് പറയുന്നത്. ഓക്കെ. ദെൻ ആ ടാഗുകളെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒന്നും കൂടെ സ്പെസിഫിക് ആയിട്ട് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കീവേഡുകൾ ആ കറസ്പോണ്ടിങ് ടാഗുകളുടെ കൂടെ അറ്റാച്ച് ചെയ്യും. അതിനെയാണ് നമ്മൾ എന്ന് പറയുക ആട്രിബ്യൂട്ട്സ് ഓഫ് ടാഗുകൾ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ആട്രിബ്യൂട്ട്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം എന്താ, നമ്മൾ കൊടുക്കുന്ന ഒരു അഡീഷണൽ ഇൻഫർമേഷൻ ആണ് അല്ലേ. അതായത് നമ്മളൊരു ടാഗ് പറയുന്നുണ്ട്, ആ ടാഗിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു കമാൻഡ് പറയുന്നുണ്ട്, ആ കമാൻഡിന് കുറച്ചുകൂടെ അഡീഷണൽ ഇൻഫർമേഷൻസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് ചിലപ്പോൾ എന്താ കളറ്
മെഷർമെൻറ്റ്സ് ആയിരിക്കാം എന്തെങ്കിലും, അല്ലെങ്കിൽ ലൊക്കേഷൻ ആയിരിക്കാം. ചിലപ്പോൾ നമ്മുടെ ഒരു പർട്ടിക്കുലർ ഇമേജിനെ നമ്മുടെ വെബ് പേജിൽ വേണം. അപ്പോൾ ആ ഇമേജിന് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് പൊസിഷൻ, ഏത് ലൊക്കേഷനിൽ വേണം അല്ലേ, ഇമേജിനെ ഇൻസേർട്ട് ചെയ്യാൻ പറഞ്ഞു. ദെൻ അതിൻ്റെ ലൊക്കേഷനും കൂടി പറയുമ്പോൾ എന്താ, കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ട് ഒരു കാര്യം കൂടി പറഞ്ഞു കൊടുക്കുക അല്ലേ. അങ്ങനത്തെ വാല്യൂസിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അലൈൻമെൻറ്റ്സ് ആയിരിക്കാം. ചിലപ്പോൾ എവിടെയെങ്കിലും അലൈൻ ചെയ്യേണ്ട കേസ് ഉണ്ടായിരിക്കും ഇമേജുകളൊക്കെ. അങ്ങനത്തെ ഓരോ അഡീഷണൽ ഇൻഫർമേഷൻസ് നമ്മൾ ടാഗുകൾക്ക് പ്രൊവൈഡ് ചെയ്യുക. അതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ആട്രിബ്യൂട്ട്സ് ഓഫ് ടാഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിങ്ങനെ ഈ ആട്രിബ്യൂട്ട്സ് കൊടുക്കണം അല്ലേ, ടാഗുകളുടെ കൂടെ നമുക്ക് അറ്റാച്ച് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ കൊടുക്കണതിനെ നമുക്ക് എന്താണെന്ന് വെച്ചാൽ വാല്യൂ എന്നാണ് പറയുക. അതായത് ഒരു ടാഗ് ഉണ്ടായിരിക്കും, അതിന് ആട്രിബ്യൂട്ട് ഉണ്ടായിരിക്കും. ദെൻ ഈ ആട്രിബ്യൂട്ടിന് ഒരു വാല്യൂ കൊടുക്കണം അല്ലേ. അതായത് ഈ കളർ കൊടുക്കാൻ പറഞ്ഞു. ഓക്കെ, നമ്മൾ കളർ കൊടുക്കാൻ പറയുമ്പോൾ അവിടെ എന്താ നടക്കുന്നത്, കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ട് കാര്യങ്ങൾ പറയുക. അതായത് ഒരു ആട്രിബ്യൂട്ടാണ് അവിടെ പറയുന്നത്. ഇനി ആ ആട്രിബ്യൂട്ടിന് കളർ കൊടുക്കാൻ പറഞ്ഞാൽ ഏത് കളർ എന്നുള്ളതും കൂടി സ്പെസിഫൈ ചെയ്ത് പറയണം അല്ലേ. ഇപ്പോൾ യെല്ലോ, ഗ്രീൻ, റെഡ് അങ്ങനത്തെ കളറും കൂടി പറയുമ്പോൾ എന്താ, അതിന് നമ്മൾ ആ ആട്രിബ്യൂട്ടിന് കൊടുക്കുന്ന വാല്യൂ ആണത്. ഓക്കെ, അപ്പോൾ അങ്ങനെ കൊടുക്കുന്ന വാല്യൂ, അതായത് ഒരു ആട്രിബ്യൂട്ടിന് നമുക്ക് എന്താ വാല്യൂ കൊടുക്കും നമ്മൾ. ആ വാല്യൂവിനെ നമുക്ക് എന്താ സിംഗിൾ കോട്ട്സിലോ ഡബിൾ കോട്ട്സിലോ യൂസ് ചെയ്യാൻ പറ്റും, കൊടുക്കാൻ പറ്റും. ഓക്കെ, അതായത് സിംഗിൾ കോട്ട്സിലും കൊടുക്കാൻ വേണമെന്നുണ്ടെങ്കിൽ, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്ന വാല്യൂ ഡബിൾ കോട്ട്സിൻ്റെ ഉള്ളിലും കൊടുക്കാൻ പറ്റും നമുക്ക്. ഓക്കെ, അപ്പോൾ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ടാഗുകൾക്ക് ആട്രിബ്യൂട്ട് കൊടുക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഏത് ടാഗാണോ യൂസ് ചെയ്യുന്നത് ദെൻ അതിന് ശേഷമാണ് നമ്മൾ ആട്രിബ്യൂട്ട് കൊടുക്കുക. അപ്പോൾ അതിനെ ആട്രിബ്യൂട്ടാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്പേസ് ഇട്ടിട്ട് അതിനെ സെപ്പറേറ്റ് ചെയ്യും. അതായത് ഒരു ടാഗ് അല്ലേ, ആ ടാഗിൻ്റെ ആട്രിബ്യൂട്ടാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ആ ടാഗ് കഴിഞ്ഞിട്ട് സ്പേസ് ഇട്ടിട്ട് നമ്മളുടെ ആട്രിബ്യൂട്ടും അതിൻ്റെ വാല്യൂയും സ്പെസിഫൈ ചെയ്ത് കൊടുക്കും. ഓക്കെ, ഇവിടെ അതിന് എക്സാമ്പിൾ നോക്കാം. ഇപ്പോൾ ബോഡി ടാഗ് അല്ലേ, നമ്മൾ കണ്ടു. ബോഡി ടാഗ് എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നു, കണ്ടെയ്നർ ടാഗാണോ എം ടി ടാഗാണോ. അതായത് നമ്മൾ പറഞ്ഞു ക്ലോസിങ് ടാഗ് ഉള്ളതാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ എന്തെന്ന് പറഞ്ഞു, കണ്ടെയ്നർ ടാഗ് എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ബോഡി ടാഗ് ബോഡി ടാഗിന് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് അവസാനം എൻഡിങ് ടാഗ് ഉണ്ട് അല്ലേ. അപ്പോൾ ഇറ്റ് ഈസ് എ കണ്ടെയ്നർ ടാഗ്. അപ്പോൾ നമ്മൾ ഓരോ ടാഗുകൾ കാണുമ്പോഴും അത് കണ്ടെയ്നർ ആണോ എം ടി ആണോ നമ്മൾ ഇപ്പോഴേ തന്നെ ഇങ്ങനെ ഫോളോ ചെയ്ത് വരാം. അപ്പോൾ നമുക്ക് HTML കോഡ് എഴുതുമ്പോഴും നമുക്ക് ഈസി ആയിട്ട് വരും. ഓക്കെ, ക്ലോസ് ചെയ്യണോ വേണ്ടേ എന്നുള്ളൊരു കൺഫ്യൂഷൻ വരും. അപ്പോൾ ഇപ്പോഴേ തന്നെ നമ്മൾ തിയറി ഇങ്ങനെ വരാം. അതായത് കണ്ടെയ്നർ ആണോ എം ടി ടാഗ് ആണോ എന്നുള്ളത് വരാം. ഓക്കെ, അപ്പോൾ നമ്മളുടെ ആട്രിബ്യൂട്ടിലേക്ക് വരാം. അപ്പോൾ ഇവിടെ നമ്മൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബോഡി എന്ന് പറഞ്ഞാൽ ഒരു ടാഗ് യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ അതിന് നമ്മൾ പറഞ്ഞു ആ ബോഡി ടാഗ്, അതായത് അതിന് നമ്മൾ ബോഡി ടാഗ് എന്ന് പറയുമ്പോൾ നമുക്ക് ബോഡി സെക്ഷൻ വരാൻ വേണ്ടിയിട്ട് അല്ലേ, വെബ് ബ്രൗസറിൽ എന്ത് കണ്ടൻസ് ആണോ വേണ്ടത് അത് ഫുള്ള് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബോഡി സെക്ഷനിൽ വരും എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ആ ബോഡി സെക്ഷനിൽ വരാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ട് കുറച്ചുകൂടെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ വേണം. അതായത് ആട്രിബ്യൂട്ട്സ് കൊടുക്കാൻ പോവാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ കൊടുക്കണ ബോഡി കഴിഞ്ഞിട്ട് സ്പേസ് ഇട്ടു നമ്മൾ അല്ലേ. ബോഡി ടാഗ് ക്ലോസ് ചെയ്തിട്ടില്ല, ആട്രിബ്യൂട്ട് കൊടുക്കാൻ പോവാണ്. അപ്പോൾ ബോഡി കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു, സ്പേസ് ഇട്ടിട്ടാണ് നമ്മൾ പറഞ്ഞത് ആട്രിബ്യൂട്ട് കൊടുക്കാന്ന് പറഞ്ഞു അല്ലേ. ഇവിടെ ബോഡി ടാഗിൻ്റെ ഒരു ആട്രിബ്യൂട്ടാണ് BG കളർ, അതായത് ബാക്ക്ഗ്രൗണ്ടിൽ കളർ കൊടുക്കുക എന്നുള്ളൊരു മീനിങ്. അതായത് നമ്മളുടെ വെബ് പേജിൽ അല്ലേ കണ്ടന്റ് വരുന്നതിൻ്റെ ബാക്ക്ഗ്രൗണ്ടായിട്ട് കളർ കൊടുക്കുക. ഓക്കെ, BG കളർ എന്ന് പറഞ്ഞതാണ് നമ്മളുടെ ആട്രിബ്യൂട്ട്. അപ്പോൾ ബോഡി എന്ന് പറഞ്ഞ ടാഗ് അതിൻ്റെ ആട്രിബ്യൂട്ടാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് സ്പേസ് ഇട്ടിട്ട് അല്ലേ കറസ്പോണ്ടിങ് ആട്രിബ്യൂട്ട് കൊടുത്തു. ഇനി നമ്മൾ പറഞ്ഞു അങ്ങനെ കൊടുക്കുന്ന ആട്രിബ്യൂട്ടിന് എന്തായാലും ഒരു വാല്യൂ കൊടുക്കണം എന്ന് പറഞ്ഞു അല്ലേ. എന്നാലല്ലേ അത് കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ട് പറയുള്ളൂ അല്ലേ. ബാക്ക്ഗ്രൗണ്ട് കളർ എന്ന് പറഞ്ഞു നമ്മൾ, BG കളർ എന്ന് ഉദ്ദേശിക്കുന്നത് ബാക്ക്ഗ്രൗണ്ട് കളർ. അപ്പോൾ BG കളർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അല്ലേ ഒരു വാല്യൂ നമുക്ക് കൊടുക്കണം. അപ്പോൾ നമ്മൾ പറഞ്ഞു വാല്യൂ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ സിംഗിൾ കോട്ട്സിൽ കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഡബിൾ കോട്ട്സിൽ കൊടുക്കാമെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ബോഡി ദെൻ കറസ്പോണ്ടിങ് ആട്രിബ്യൂട്ട് BG കളർ അല്ലേ ഈക്വൽ ടു എന്ത് കൊടുത്തു, ഈക്വൽ ഇട്ടിട്ട് എന്താണോ അതിൻ്റെ വാല്യൂ കൊടുക്കും. ഇവിടെ നമ്മൾ കൊടുത്ത യെല്ലോ. അപ്പോൾ ഈ കോഡ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ, അതായത് കോഡിൻ്റെ എക്സിക്യൂഷൻ വരുമ്പോൾ എന്താ നടക്കണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ നടക്കണത്, ചേഞ്ച് ദ ബാക്ക്ഗ്രൗണ്ട് കളർ ഓഫ് ദ വെബ് പേജ് ടു യെല്ലോ. ഓൾറെഡി എന്തോ ഒരു കളർ ഉണ്ടായിരുന്നു, അതിനെ നമ്മൾ യെല്ലോ കളറാക്കി. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ ചെയ്തത്, ആ കമാൻഡിന് ആ ടാഗിന് നമ്മൾ കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണു അല്ലേ. അതിനാണ് നമ്മൾ പറഞ്ഞത് ആട്രിബ്യൂട്ട്സ് ഓഫ് ടാഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആട്രിബ്യൂട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഏതാണോ ടാഗ് അതിനെ സ്പേസ് ഇട്ടിട്ട് ദെൻ അതിനെ കറസ്പോണ്ടിങ് ആട്രിബ്യൂട്ട് കൊടുക്കുക. ദെൻ അങ്ങനെ ആട്രിബ്യൂട്ട് കൊടുക്കുമ്പോൾ നമുക്കറിയാം അതിനെന്തായാലും ഒരു വാല്യൂ വരും. ഒരു വാല്യൂ ഉണ്ടായിരിക്കും ആട്രിബ്യൂട്ടിന്, എന്ത് വാല്യൂ ആണെങ്കിൽ എന്ത് ആട്രിബ്യൂട്ടാണോ അതിന് കറസ്പോണ്ടിങ് ഒരു വാല്യൂ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണോ ആട്രിബ്യൂട്ട് കൊടുക്കുന്നത് അത് ഈക്വൽ ടു യൂസ് ചെയ്തിട്ട്
കറസ്പോണ്ടിങ് വാല്യൂ കൊടുക്കുക. ആ വാല്യൂ നമുക്ക് സിംഗിൾ കോട്ട്സിൽ അല്ലെങ്കിൽ ഡബിൾ കോട്ട്സിൻ്റെ ഉള്ളിൽ കൊടുക്കാം. ദെൻ ഇനി എന്ത് ചെയ്യുക, ടാഗിൻ്റെ ആംഗിൾ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക അല്ലേ. ഇത്രയൊക്കെ നമ്മളുടെ എന്താ ഈ ബോഡി എന്ന് പറഞ്ഞ ടാഗിൻ്റെ ഉള്ളിലാണ് വരുന്നത്. അല്ലാണ്ട് ബോഡി ടാഗ് ക്ലോസ് ചെയ്തിട്ട് അതിൻ്റെ ആട്രിബ്യൂട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ മീനിങ് ആവില്ല. ഓക്കെ, എന്താണോ നമ്മളുടെ ടാഗ് ദെൻ അതിന് സ്പേസ് ഇട്ടിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കറസ്പോണ്ടിങ് ആട്രിബ്യൂട്ട് കൊടുക്കുന്നത്. ദെൻ അതിന് വാല്യൂ കൊടുത്തു. വാല്യൂ കൊടുത്തു കഴിഞ്ഞതിന് ശേഷമാണ് എന്ത് നമ്മൾ ആംഗിൾ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ എന്ത് ആട്രിബ്യൂട്ട്സ് ഓഫ് ടാഗ് എന്ന് പറഞ്ഞ ഒരു ടോപ്പിക്ക്. ഓക്കെ, ഇനി ഇതിൽ നമ്മളിപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കാണുമ്പോൾ നമുക്ക് ഒന്നും ക്ലിയർ ആവേണ്ടില്ല. നെക്സ്റ്റ് ടോപ്പിക്ക് തൊട്ട് നമ്മൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് HTML ഡോക്യുമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുക, അതായത് HTML പേജ് എങ്ങനെയാണ് അല്ലെങ്കിൽ HTML കോഡ് എങ്ങനെയാണ് നമ്മൾ എഴുതി തുടങ്ങണേന്നുള്ളതാണ് നെക്സ്റ്റ് തൊട്ട് നമ്മൾ പറയുന്നത്. അതിന് മുന്നേ നമ്മൾ ഇത്രയും ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതാണ്. കണ്ടെയ്നർ ടാഗ് ഉണ്ട്, empty ടാഗ് ഉണ്ട്, ആട്രിബ്യൂട്ട്സ് എന്ന് പറഞ്ഞ കാര്യങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ തൊട്ടാണ് നമ്മൾ എങ്ങനെയാണ് ഇനി HTML കോഡ് എഴുതുക എന്നുള്ളതാണ് കാണാൻ പോണത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ 3 ടോപ്പിക്സ് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ടാഗ് എന്താന്ന് പറഞ്ഞു, ദെൻ എന്താ കണ്ടെയ്നർ ആൻഡ് empty ടാഗ് എന്താന്ന് പറഞ്ഞു, പിന്നെന്താ ഇപ്പോൾ നമ്മൾ പറഞ്ഞതാണ് എന്ത് ലാസ്റ്റ് ആട്രിബ്യൂട്ട്സ് ഓഫ് ടാഗ്. ഈ 3 ടോപ്പിക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ദെൻ താങ്ക് യു ഫോർ വാച്ചിങ്.